പരാജയപ്പെട്ടു പോയ സ്റ്റാലിയൻസ് ആ പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്നും ഇനി CCTSൽ മുട്ടുകുത്തിക്കാൻ അവർ ടോസിനെ നഷ്ടപ്പെട്ട് ബാറ്റിംഗിലേക്ക് എത്തുമ്പോൾ ജിതിൻ ട്രിവാൻഡ്രം എന്ന ഐക്കൺ പ്ലെയറിനെ അജാസ് ബഷീർ എന്ന സ്കിപ്പർ മുന്നിൽ നിർത്തി പടനയിച്ചുകൊണ്ട് ഒരു വശത്ത് ഒരു ശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ ഒരുങ്ങിയെത്തുമ്പോൾ മറുവശത്ത് നന്ദു എന്ന ഐക്കൺ പ്ലെയറെ ക്വാളിറ്റി ആയി കൊണ്ടുവന്ന CCTS ഏത് ശക്തമായ വെല്ലുവിളികളെയും നേരിടാൻ രണ്ട് ടീമുകളും ശക്തിയാർജിച്ച പോരാട്ടത്തിന് വേദിയൊരുങ്ങുവാൻ പോകുന്നു. Once again, welcome all of you. The wonderful grand finale. 3 ദിനത്തിന്റെ പടിയിറക്കത്തിനുള്ള സമയമായിരിക്കുന്നു. ലക്ഷങ്ങളുടെ കളിയിലെ ലക്ഷാധിപനെ കണ്ടെത്താനുള്ള ഏറ്റവും വലിയൊരു സായാഹ്നമായ നിമിഷം. ഈ ഒരു ഈവനിങ് സന്ധ്യയെ കളറാക്കാൻ എത്തിയിരിക്കുന്ന രണ്ട് ടീമുകൾക്കും ആദ്യം ഈ ഒരു നിമിഷം എങ്ങനെ ഏത് രീതിയിലായിരിക്കും അവരുടെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റും ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റും ഒരുപോലെ പടിയിറക്കത്തിന് മുമ്പിൽ ആര് വീഴും ആര് വാഴുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാൻ we all are waiting for the grand finale first delivery. Look at that atmosphere. ഒരു മഴ പെയ്ത് തണുത്ത് ഇനി അതിന്റെ ചൂടിനെ ഈ ഒരു തണുത്ത് വിറച്ചു കിടക്കുന്ന പുൽത്തകിടുകളെ തീ പിടിപ്പിക്കാൻ രണ്ട് ടീമുകളും റെഡി. Nandu the skipper ready and Ajaz Bashir the other side skipper to ready to charge on the crease. The both batters are ready to war, are ready to fire. A captain introducing along with the partner. Srinil, the man. കഴിഞ്ഞു പോയ മത്സരത്തിൽ ഒരു പക്ഷേ ടീമിന് വേണ്ടി ശക്തമായി ബാറ്റിംഗിലേക്ക് എത്തുന്നു. ക്യാപ്റ്റനോടൊപ്പം ആദ്യ മത്സരത്തിൽ ഈ ടൂർണമെന്റിൽ ഏറ്റവും വലിയ 6 അടിച്ചു തുടങ്ങിയ അജാസ് ബഷീർ ഈ ഫൈനലിൽ ഒരു പക്ഷേ മറ്റൊരു മുഖഭാവം കാണിക്കാനായി non striking endil. And other side the skipper of CCTS Global, Nandu, starting the procedure. Ladies and gentlemen, once again a very well good evening and ready go the ball number 1. 3, 2, 1, let's play. Coming down the track to the offside with a cracking shot to start from the batting side. A Stallion with a brutal start from the batting side. The man with a powerful shot to start, inviting the grand finale, who all the spectators a warm welcome with the boundary. No, my goodness, strikes Nandu. What a revenge from the man. Nandu strikes, cleaned him up from the batter. What a wicket. The informed Srinilas back to the dugout. First ball boundary and a wicket. A good battle into the middle. ഓരോ നിമിഷവും ഹൃദയത്തിന്റെ ഇടിപ്പത്രമേൽ കൂടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആദ്യ ബോളിൽ ബൗണ്ടറി, തൊട്ടടുത്ത ബോളിൽ വിക്കറ്റ്. അത്ഭുതങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രവാഹം തീർക്കുവാനുള്ള ഒരു മത്സരം. CCTS Global CPL Season 2 grand finale. A new batter into the middle. Rahul comes in and pulls it. Oh my goodness. What a moment. And what a catch from the fielder Mukesh. Mukeshinte മുഖഭാവം കണ്ണിന്റെ ഇമ മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിക്കാതെ ബോളിന് അരികിൽ തന്നെ ബോളിന്റെ ഒരൊറ്റ ചലനം പോലും മിസ് ചെയ്യാതെ കറക്റ്റായ കണ്ണിങ് ആയ ഒരു ക്യാച്ച്. A good strikes. Nandu again. 2 wickets to start by Nandu. This is over number 1 of the grand finale. Humongous start from the bowler. ഒരുപാട് കാലമായി ക്രിക്കറ്റ് എന്ന ഈ ഒരു വേദികളെ അത്ഭുതമാക്കിക്കൊണ്ടിരിക്കുന്ന തിരുവനന്തപുരത്തുകാരൻ നന്ദു. ആൻഡ് ഇവിടെ കോർപ്പറേറ്റിന്റെ ടൂർണമെന്റുകളിലേക്ക് വരുമ്പോഴും നന്ദുവിന്റെ
ചലനങ്ങൾക്കും യാതൊരു വ്യത്യാസവുമില്ലാതെ കൃത്യമായി തന്നെ continuing the show here. Once again, a hat-trick delivery coming up. Oh my goodness, what a pace from Nandu. A wide is a call. Grand finale official Satish Tam and Anoop KP leading the show. And hat-trick delivery. Driven to the offside, but finds a filter into that point region. A dot ball taken by Nandu. A 5 for 2. 3 done and 3 to go in the over number 1. നല്ലൊരു ഷോട്ട് ടീ ഫീൽഡറിന്റെ കൈകളിൽ സുരക്ഷിതമായി കൊണ്ടെത്തിക്കുന്നു. സിംഗിളാക്കി മാറ്റുന്നു ബാറ്റർ. പ്രതിരോധങ്ങൾ സൃഷ്ടിക്കാൻ വന്ന ബൗളിംഗ് സൈഡ് ആദ്യം തന്നെ പിടിമുറുക്കിയിരിക്കുകയാണ് ബാറ്റിംഗ് സൈഡിൽ നിന്നും. 1 to go, 6 for 2 so far. Catch is a call. And end of the over number 1. Dot to end of the a single to end of the over number 1. 7 for 2. And thank you our sponsors of the tournament, Axis Bank and Travancore Club, India's first fans on football club. Last 5 years is contributing a great players under 13, under 15, under 19 at senior level. And back to the live action. Over number 2, Mukesh into the action. Ajaz! Oh, what a sound from the blade of Ajaz! Inviting the bowler with a maximum. A first maximum in this innings. A first maximum of the grand finale with the blade of Ajaz. Full length delivery. Right on the money. It's good delivery. But Ajaz responds really well on the onside. 6 after single. Now Shahjaz into the striking end. Wait ചെയ്തടിക്കാനുള്ള ബാറ്ററിന്റെ ശ്രമം. That's a boundary. A boundary signal. ഓരോ റണ്ണിനും ഈ ഒരു ഗ്രൗണ്ടിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ പ്രഷർ എന്ന വലിയൊരു തല്ലവേദന കൊണ്ടെത്തിക്കുന്ന നിമിഷങ്ങളാണ്. Playing the grand finale, it's not an easy for the each and every players to score a maximum, takes a wicket. Not easy. Planning to something. Not to the skipper. Making the plans for the side CCTs. Mukesh with the ball. Shahjaz into the striking end. Full and clean team up. Stumps are broken. Dispatch on the place. Another beauty of a delivery to come back from the bowler. A topper is a disappointment start from the batting side. Now they are looking for another gold in the batting lineup. Still the man in standing into the dugout. But Ajaz sending another batter. വജ്രായുധത്തെ ഇപ്പോഴും ഒളിപ്പിച്ചു വെക്കുന്നു. വേണ്ട സമയങ്ങളിൽ പ്രയോഗിക്കാനായി തുറുപ്പ് ചീട്ടിനെ ഇപ്പോഴും കീശയിലാക്കി ഒരു അലങ്കാരമാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു ജാസ്. ന്യൂ ബാറ്ററിൻ. ഒരു പുൾ ഷോട്ട് കളിക്കാനുള്ള ബാറ്ററിന്റെ ശ്രമം ഓൺ സൈഡിലേക്ക് ഒരു സിംഗിളായി മാറ്റുന്നു. 22 പേരും ശക്തമായ ഒരു ഡഗൌട്ടും
വലിയ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഗ്രാൻഡ് ഫിനാലെ. വീറും വാശിയും നിറഞ്ഞ ഗ്രൗണ്ടിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കാൻ രണ്ട് ടീമിന്റെ പ്ലേയേഴ്സും ഡഗൌട്ടും റെഡിയാണ്. Full toss and that's another maximum in this over by Ajaz. ഞെട്ടാൻ റെഡിയാണെങ്കിൽ ഞെട്ടിക്കാൻ റെഡി തന്നെയാണ് അജാസ്. എല്ലാ അത്ഭുതങ്ങളുടെയും പ്രവാഹമായി ഈ ഒരു ഗ്രൗണ്ടിൽ എന്തും നേടാൻ അജാസ് റെഡി. End of the over number 2. 25 for 3. 25-3. Still the non-playing member, please. Stallions non-playing member, please report. As Nandu once again with over number 2. Oh, that was a super pace from Nandu from the hands of the delivery. First ball on the right area to start by Nandu in this over number 3 for Team CCTS Global. Another one, a back-to-back dot ball. Everyone is shouting in the middle, but the official still standing into the center. Nothing more signal. Another dot ball. A 0-0 in the scorecard with over number 3. Skipper dealing wonderfully in the bowling side. Oh my words, what a cracker on the stumps. Look at that delivery. Creek Sale പകർത്താൻ കാത്തു നിൽക്കുന്ന ക്യാപ്ചറുകളിൽ ക്യാമറയുടെ കണ്ണുകളിൽ ഓരോ നിമിഷത്തെയും മങ്ങിപ്പോകുന്ന അത്രമേൽ വേഗതയിൽ, കണ്ണിന്റെ ഇമയൊന്നടച്ച് തുറക്കുന്നതിന് മുമ്പ് തന്നെ സ്റ്റംപിനെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടെത്തിക്കുന്നു നന്ദു. What a beauty of a delivery. Cracking one. ഒരല്പ നിമിഷം ബാറ്റർ ഒന്ന് സ്റ്റക്കായി പോകേണ്ട വേദിയിലേക്ക് നാലാമത്തെ വിക്കറ്റ് നഷ്ടപ്പെടുന്നു ബാറ്റിംഗ് സൈഡിൽ. 25-4. 2.3 ഓവറുകൾ പിന്നിടുന്നു. മറ്റൊരു വജ്രായുധത്തെ കൊണ്ടെത്തിക്കുന്നു ബാറ്റിംഗ് സൈഡിലേക്ക്. Jersey number 46 coming up the order. Anish. Wow, another quality by Nandu. 4 എണ്ണം പറഞ്ഞ ബോളുകൾ ഡോട്ട് ബോളും ഒരു വിക്കറ്റും ചേർത്ത് വെച്ചൊരു അത്ഭുത ഓവർ is going on. Full pace, full control by Nandu. Another one, excellent delivery. A 5-1, tough one from this one turning guy here. CCTSന്റെ അധിപനായ പോരാളി, iconic player. Want to go. Grand finale maiden നേടാൻ അവസരം. Pulls it and straight back to the hands of Nandu. Look at that carry from the man. What a wonderful collection. A maiden couple of wickets to celebrate this moment. Wow. This is incredible, Nandu. Electrifying start by Nandu's, the man for Team CCTS Global. What an over. 3 over done. 25 for 5. Delightful. Mind-blowing over comes to an end by Nandu. ഇനി 3 ഓവറുകൾ ബാറ്റിംഗ് സൈഡിന്റെ പ്രതിച്ഛായയെ മുഴുവൻ മാറ്റി കെടുത്താൻ കേൾപ്പുള്ള ബാറ്റർ എത്തുന്നു നോൺ സ്ട്രൈക്കിംഗ് എൻഡിലേക്ക്. ദ മാൻ. ഒരു കേരളത്തിൽ
ക്രിക്കറ്റിന്റെ വേദിയിലേക്ക്, ടെന്നീസ് ബോളിന്റെ വേദിയിലേക്കൊന്ന് മുഖം തിരിഞ്ഞാൽ ഒരു 10 മടങ്ങ് വർഷക്കാലങ്ങൾ ശക്തിയായി ഇന്ന് തിരുവനന്തപുരത്തിന്റെ പേരും പെരുമയും കേരളത്തിന്റെ ടെന്നീസ് ബോൾ ക്രിക്കറ്റിനെ കൊണ്ടെത്തിച്ച the man within the Trivandrum Express into the non-striking end. Trying for a big swing, clicks on the pads, dot ball to start from the bowler. വരുന്നവരും പോകുന്നവരും നന്ദുവിന്റെ പാത തന്നെ ഈ ഒരു നിമിഷം പിന്തുടരുന്നു. ഡോട്ട് ബോളുകളെ പ്രണയിക്കുന്നു. ഡോട്ട് ബോളുകളുടെ ഒരു കുമ്പാരം തന്നെ കൂടുകൂട്ടുകയാണ് ബൗളിംഗ് സൈഡ്. ഷോട്ട് ബൈ അജാസ്, ദിസ് ടൈം അനദർ മാക്സിമം. ആര് വന്ന് മടങ്ങിപ്പോയാലും ക്യാപ്റ്റൻ എന്ന ഈ ഒരു പദവി അലങ്കരിക്കാൻ താൻ എന്തുകൊണ്ട് ഇത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് ചോദിച്ചാൽ, ദിസ് മാൻ how an experience to clear all the pressure. 6 on the board. Look at that. Man is dancing in the middle to break the momentum of the bowler. That was a superb plan from the batter Ajaz. That's why the man have an experience in the Shockers. Oh, that was a offer of a delivery, and that's a juicy one. No ball for Shiva. That's a no ball call from the official. That's a free hit for Ajaz. വിക്കറ്റിനെ ഭയക്കാതെ അഞ്ഞടിക്കാൻ അജാസിനൊരവസരം. വിക്കറ്റ് എന്ന കടമ്പയെ ഭയക്കേണ്ട കാര്യമില്ല. ഇറ്റ്സ് എ ഫ്രീ ലൈസൻസ് ടു ഹിറ്റ് ദ ബോൾ over the ropes. But the bowler, how to come back? Look at that scoreboard. Ajaz just 7 ball, face it and score a 20 on the board. And then to consider 2 ball, 8 on the board. It's a free hit delivery coming up. ശക്തമായ പോരാട്ടം തന്നെ ഗ്രൗണ്ടിന്റെ സെന്ററിൽ വീക്ഷിക്കേണ്ടി വരുന്നു. 3 for 5. Another one, swing and a miss. 6 അടിച്ച ഫ്രീ ഹിറ്റിന് അനായാസം പറത്താൻ അല്പം വൈകിപ്പോകുന്നു അജാസിന്. ബട്ട് സ്റ്റിൽ ഇനിയും 15 ബോളുകൾ ബാക്കിയാകുന്ന ആദ്യ ഇന്നിംഗ്സ്. 33 for 5. 9 per over run rate is going on. $33, loss of 5. Oh, another one. That's a full lighted delivery. Look at that one from the hands of the bowler. A typical dipping one from the hands of the bowler. എളുപ്പമല്ല ഇങ്ങനെ വരുന്ന ബോളിനെ പിക്ക് ചെയ്തടിക്കണമെങ്കിൽ. 2 more to go in this over number 4. 2 ബോൾ കൂടി അവശേഷിക്കുന്നു. CCTS ഗ്ലോബൽ ബാറ്റേഴ്സിനെ അല്പം പിടിച്ചു കെട്ടാനുള്ള ശ്രമങ്ങൾ കൃത്യമായി തന്നെ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നതിനിടയിൽ നല്ലൊരു ഷോട്ട് ഓൺ സൈഡിലേക്ക്. ഫീൽഡിംഗ് ഭാഗത്ത് നിന്നും മുകേഷിന്റെ മറ്റൊരു മനോഹരമായ എഫേർട്ട്. നല്ലൊരു ഫീൽഡിംഗ് പ്രകടനം. ഒരു ബൗണ്ടറി എന്ന് ഉറപ്പിച്ച ബോളിനെ പിടിച്ചെടുക്കുന്ന ഈ ഒരു നിമിഷം. 1 ball to go. Jithin Trivandrum facing the final delivery of over number 4. Jithin under skies. Oh, that was a miss-edge, but he cleared the boundary ropes. ഒരു നിമിഷം ജിതിൻ പോലും ഒന്ന് സ്റ്റക്കായിരുന്നു അവര് സെന്ററിൽ. ബട്ട് the man have a power to deal with the shorter length deliveries and the slow deliveries and slower deliveries.
He cleared it at last moment. An end of the over number 4. 40 of the team. 40 for 4. Stirring. $40 on the board. നാൽപ്പത് റണ്ണിലേക്ക് സ്കോറിനെ ചലിപ്പിക്കുന്നു ബാറ്റിംഗ് സൈഡ്. 2 ഓവറുകൾ ബാക്കിയാകുന്നു. And here comes the Malappuram boy with the ball. Faisal. Lighted full toss to start when the batting bowler. പ്രതികാര ദാഹികളായി ബൗളേഴ്സിന്റെ ചോര കുടിക്കാനെത്തിയ രക്തയശസ്സുകളായിരുന്നു ബാറ്റിംഗ് സൈഡെങ്കിൽ ഏത് ഈ രക്തയശസ്സിനെയും പിടിച്ചു കെട്ടാനുള്ള ചെങ്ങലപ്പൂട്ടുമായി ബൗളിംഗ് സൈഡ് നന്ദു ആൻഡ് കമ്പനി. ഫുൾ ഡെലിവറി, ഫുൾ കൺട്രോൾ ബൈ ഫസൽ റാസിഖ്. മലപ്പുറത്ത് നിന്ന് വണ്ടി കയറി CCTSന്റെ ജേഴ്സിയിൽ ഇവിടെ എത്തിയത് എന്തിനെന്ന് ചോദിച്ചാൽ ഒരു നിമിഷം അദ്ദേഹത്തിന്റെ പ്രകടന മികവ് അങ്ങ് വടക്കൻ കേരളത്തിന്റെ ഗ്രൗണ്ടുകൾ ഓരോന്നും കീഴ്പ്പെടുത്തി തിരുവനന്തപുരത്തിന്റെ മണ്ണിലേക്ക് എത്തുമ്പോൾ മാൻ another superb start, couple of dot. This time outside the guideline. 41 on the board, loss of 5 wicket, 10 more to go in this innings. 10 ബോളുകൾ അവശേഷിക്കുന്നു. 10 മടങ്ങ് ശക്തിയിൽ ശക്തിയായി അടിക്കേണ്ടിയിരിക്കുന്നു. No, not, but just outside. നല്ലൊരു ട്രാപ്പായിരുന്നു ബൗളറിന്റെ ഭാഗത്തു നിന്നും. They are going upstairs. വൈഡിലൂടെ വിധി നിർണയം കാത്തിരിക്കുന്നു. Still the decision in pending. So too close. Very difficult to find. It's a wide. And thank you our sponsors. Axix. Tills Open. Our wonderful sponsor. Travancore Club. The Sports Hub Karyavattam. India's first fans on football club. And Tanima, Herbalife, Ayu Constructions. And back to the live action. Catch is a call. Fielder running hard to collect that one, but not enough. But Rasik, oh, ഓടി എടുക്കുകയാണ് കപ്പിത്താൻ. ഇത് ടൂർണമെന്റിന് വേണ്ടി രാവും പകലും ചുക്കാൻ പിടിക്കുന്ന man Rasik collected that ball and Jidin facing the second delivery of this innings. Full pace, another good one from the bowler. They are going upstairs. Once again, our sponsors: Pitline Express Wash, Fresh Krishipura, Dinet System, Sweet Gold, iTurn, and Kunil Brothers, Moda Italia, Great International Tours and Travels, Social Food Court, X Drive, Rojas Ventures, CCTS Global, Neo Solus, Vishnu Kadaba, Logic. Thank you, the wonderful sponsors, for this
CCTS Global CPL Season 2. And you are watching the live action at Creeksay at YouTube. Thank you, Creeksay. And the officials, we have 5 officials in this tournament. Satish Trivandrum, Anub KP, Vivek Trivandrum, and Shyam, and also Sandeep. Thank you, the match officials, and the photographer of CCTS Global CPL, Vaishnav. And we have many more supporters behind this tournament. And Oval Tough, Karakutam, and my co-commentator, Mr. Basi. Thank you, the supporters, for this tournament. Such an amazing tournament we are witnessing. That's a final decision. Dot ball, a 5 ball down and 1 more to go. Catch is a call. Oh, collected well. ഒരു ട്രബിളിനും പോകാതെ റാസിക് എന്ന പടയാളി അവിടെ നിന്ന് മാറിക്കൊടുത്തത് എന്തിനെന്ന് ചോദിച്ചാൽ ഈസി ആക്കേണ്ടത് ഈസിയായി തന്നെ ക്യാരി ചെയ്യേണ്ടത് തങ്ങളുടെ ഡ്യൂട്ടിയാണെന്ന് മനസ്സിലാക്കി കോൾ ചെയ്ത ഫീൽഡറിന് തന്നെ ആ ഒരു പദവിയെ വിട്ടു നൽകുമ്പോൾ എൻഡ് ഓഫ് ദ വണ്ടർഫുൾ ഓവർ ബൈ മലപ്പുറം ബോയ് ഫസൽ. നന്ദുവിന്റെ കയ്യിലെ ഏറ്റവും മൂർച്ച കൂടിയ മലപ്പുറത്തിന്റെ പൊന്നോമന പുത്രൻ എറിഞ്ഞു പിടിക്കുകയാണ് ബൗളിംഗ് സൈഡിൽ. 6 ബോളുകൾ, 5ാമത്തെ ഡെത്ത് ഓവറിന്റെ ഏറ്റവും ആധിപത്യം പുലർത്തുന്ന ഓവറിൽ 2 റൺസ് മാത്രം നൽകി ജിതിൻ എന്ന കൊലക്കൊമ്പനെ പിടിച്ചു തളയ്ക്കുമ്പോൾ ഒരു പിടിച്ച് മുറുക്കി വലിഞ്ഞു കെട്ടിയ ഒരു ചെങ്ങല പൂട്ടിട്ട് ഒരു മണിച്ചിത്ര താഴിട്ട് പൂട്ടുന്ന ബാറ്റിംഗ് സൈഡിന് 42-6 എന്ന നിലയിൽ 6 ബോളുകൾ അവശേഷിക്കുന്ന ആദ്യ ഇന്നിംഗ്സ്. 6 to go, the final over. Ajaz, the skipper, still standing into the middle. First delivery of the final over. Sudesh Uni starting the final over with a grounder of a shot, and look at that footwork from Kishore, the opener of CCTS. Then the great job, Sudesh Uni. Phoenix Trivandratinte പെരുമയും പ്രശസ്തിയും എന്നും കേരളത്തിന് കൊണ്ടുകൊടുത്ത ബൗളർ. സ്റ്റാർട്ടഡ് റിയലി വെൽ. നല്ലൊരു സ്റ്റാർട്ട് തന്നെയാണ്. ആദ്യ ബോളിൽ ഫുൾ ലെങ്തിലേക്ക് എത്തിക്കുന്നു. നേരിട്ട് ആദ്യ ബോളിനെ അനായാസം കണക്ട് ചെയ്യുന്നു ബൗണ്ടറിയുടെ പുറത്തേക്ക്. 6 to start from Naseem. വൈകി വന്ന സമയത്തെ അസ്തമിക്കാൻ കാത്തു നിൽക്കുന്ന അസ്തമയ സൂര്യനോട് പോലും ഈ ഒരു നിമിഷം പ്ലീസ് വെയിറ്റ്, വാച്ച് ദ ഷോ ആൻഡ് നാളെ പ്രഭാതത്തിൽ ഉയരാമെന്നുള്ള സിഗ്നൽ. ഫ്ലിക്കിംഗ് ട്രൈ, ട്രബിൾ ആൻഡ് ഗോൺ. വൈഡ് പ്ലസ് വിക്കറ്റ്. റണ്ണെടുത്ത് നേടാനുള്ള ശ്രമം നടത്തുന്നു, പക്ഷേ ഫീൽഡേഴ്സ് അവിടെ നിലയുറപ്പിക്കുന്നു കൃത്യമായി. വിക്കറ്റ് ഒന്നുകൂടി നഷ്ടപ്പെട്ടു പോവുകയാണ് ബാറ്റിംഗ് സൈഡിന്. അർദ്ധശതകത്തിന്റെ നിരക്കിലേക്ക് ബാറ്റിംഗ് സൈഡ് എത്തി നിൽക്കുന്നു. പക്ഷേ വേണ്ടതൊക്കെ നേടിയോ എന്ന് ചോദിച്ചാൽ ജിതിൻ ട്രിവാൻഡ്രം എന്ന പേരുകേട്ട ബൗളറിന്റെ 2 ഓവറായിരിക്കും വിശ്വാസങ്ങൾ ഒരുപാട് അർപ്പിക്കാൻ അജാസിനുണ്ടാവുക. പ്രണവ് സുഭാഷും ഒപ്പം ചേർന്ന് കഴിഞ്ഞാൽ ആദ്യ 3 ഓവറുകൾ ഒരു പക്ഷെ പ്രതീക്ഷകൾ ഉളവാക്കും. ബട്ട് സ്റ്റിൽ നന്ദു ആൻഡ് കമ്പനി. Ajaz again, another beautiful one. ആരും അടങ്ങിപ്പോയാലും തന്റെ തോളിൽ ഏൽപ്പിച്ച ദൗത്യത്തിന് യാതൊരു കുറവും വരുത്താൻ റെഡിയല്ലെന്നുള്ള സിഗ്നൽ പറയുന്നു. വിശ്വാസങ്ങൾ, കെട്ടുകഥകളെ ശക്തമായി രേഖാചിത്രം പോലെ ചരിത്രത്തിൽ എഴുതി ചേർക്കാൻ അജാസ്. Still outside the guideline, extra on the scoreboard. 57 now, 3 to go in this first innings. 3 ബോളുകൾ ഇനിയും ബാക്കിയാകുന്നു ഇന്നിംഗ്സിനെ പൂർത്തീകരിക്കുവാൻ. മറ്റൊരു വൈഡ് കൂടി ബൗളറിനെ കൺസീഡ് ചെയ്യേണ്ടി വരുന്ന ഈ ഒരു നിമിഷം. 58-7 എന്ന നിലയിലേക്ക്
3 ബോളിന് വലിയൊരു കഥ തന്നെ പറഞ്ഞു തീർക്കാൻ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. 3 to go. Ajaz with a beauty but finds a fielder into the inside, just inside the boundary line. Wicket. And then to the fielder collected a wonderful one. Wicket gone. Wonderful innings completed by Ajaz. മടങ്ങിപ്പോയവരുടെ മുമ്പിൽ തല ഉയർത്തിയ ഒരു ഇന്നിംഗ്സ് ആയി മാറുന്ന ജാസ്. സൂപ്പർബ് ഇന്നിംഗ്സ് കംസ് ടു an end. 2 ബോളുകൾ കൂടി ബാക്കിയാകുന്നു. സിക്സറുകൾ ബൗളിംഗ് സൈഡിന്റെ വശത്തേക്ക് ബാറ്റിംഗ് സൈഡിന്റെ വശത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ആത്മവിശ്വാസം അല്പം ബൂസ്റ്റായി മാറും, എനർജിയായി മാറും. അടിക്കാൻ കെൽപ്പുള്ള ബാറ്ററെ തന്നെ പറഞ്ഞയക്കുന്നു ബാറ്റിംഗ് സൈഡിലേക്ക്. ജേഴ്സി നമ്പർ 21 Vineet into the striking end. അത്ര എളുപ്പമല്ല ഒരു സൈഡിൽ വരുന്ന ബോളിനെ അടിച്ചകറ്റി റണ്ണ് കണ്ടെത്തുക. Not an easy task for the batter. 1 to go, 58 for 8. Catch is a goal. Diving effort. Great effort in the fielding side. Looking for a third. And at last and double to gone. 2 റണ്ണും വിക്കറ്റും നഷ്ടപ്പെട്ട 60 എന്ന ഭേദപ്പെട്ട സ്കോറിലേക്ക് ടീമിന്റെ ടോട്ടലിനെ കൊണ്ടെത്തിക്കുന്നു. 60 എന്ന വിജയ ലക്ഷ്യത്തെ നെഞ്ചും പിരിച്ചു നേരിടാൻ CCTSന്റെ ബാറ്റേഴ്സിന്റെ വലിയൊരു പടയിറങ്ങുമ്പോൾ ഭയക്കേണ്ടിയിരിക്കുന്നു ബൗളിംഗ് സൈഡിന്. ജിതിൻ ട്രിവാൻഡ്രം എന്ന തിരുവനന്തപുരത്തിന്റെ ഏറ്റവും പേരുകേട്ട ശക്തനായ ബാറ്റിംഗ് ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ പോരാളി കേരളത്തിന്റെ എല്ലാ ബാറ്റേഴ്സിനെയും ഒരു സമയത്ത് ഇപ്പോഴും എറിഞ്ഞു പിടിച്ച് കേരളത്തിന്റെ പേരും പ്രശസ്തിയും ഒരു പക്ഷെ ടെന്നീസ് ബോളിന് കൊണ്ടെത്തിച്ച ജിതിൻ എന്ന CRT ഒന്ന് പിടിമുറുക്കി കഴിഞ്ഞാൽ പിന്നെ ഏത് കൊലക്കൊമ്പനും ഒരു പക്ഷേ അതിന്റെ തട്ടുത്താന് തന്നെ ഇരിക്കണമെന്ന് പറയേണ്ടി വരും. സ്റ്റിൽ നന്ദുവും സംഘവും റാസിക്കും സംഘവും ഡോക്ടർ ഹരീഷും സംഘവും ഏത് രീതിയിൽ എങ്ങനെ മറുപടി നൽകുമെന്നുള്ളത് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ആൻഡ് മൂവിംഗ് ഓൺ ടു ദ സെക്കൻഡ് ഇന്നിംഗ്സ് ആൻഡ് ചേഞ്ചിങ് ദ വോയിസ്, മിസ്റ്റർ Basi, the Malappuram boy, will join you within the commentary box. Thank you, Basi. Thank you, Irshad. We're moving on to the second innings of CCTS Premier League CPL Season 2. The finals. The defending champions Nandu and his troop are getting ready. Just 60 runs on the scoreboard. There is something to be delighted for the bowling department. Jitin itself will be the brand to stop them from finding runs. And looking at the matches of Stallion so far. രണ്ടാമത് ബാറ്റ് ചെയ്യും, രണ്ടാമത് ബോൾ ചെയ്യുമ്പോൾ സ്റ്റാലിയൻസ് ഇതുവരെ നേടിയത് തങ്ങളുടെ ആദ്യ മത്സരത്തിൽ 85 റൺ അടിച്ച് കേസ്റ്റാക്കിന് 74 എറിഞ്ഞൊതുക്കുന്നു. രണ്ടാമത്തെ മത്സരത്തിൽ പക്ഷെ ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വരുന്നു. 68 and 73 they have given. Superstars first batted. Stallions got 57. And again CCTS ഗ്ലോബലിനെതിരെ ക്വാളിഫയർ നമ്പർ 1-ൽ 71 റൺ അടിച്ച ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് 6 ഓവറിൽ 67 റണ്ണ് സ്റ്റാലിയൻസിന് അടിക്കാൻ കഴിഞ്ഞു. സ്റ്റോറി. So this means the rivalry in their mind is there crystal clear. ക്വാളിഫയർ നമ്പർ 1-ൽ ഞങ്ങളെ പരാജയപ്പെടുത്തിയ ടീമിനെതിരെ ഫൈനലിലും പരാജയപ്പെടാൻ ഒരൽപ്പം വിമുഖത കാണിക്കും. അത്ര എളുപ്പമാകില്ലെന്ന് ഉറപ്പായിട്ടും നന്ദു എന്ന ഒറ്റക്കൊമ്പന് മുന്നിലേക്ക് കഴിഞ്ഞ സീസണിലെ ഫൈനലിൽ ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്ത് സൂപ്പർ സ്റ്റാർസ് എന്ന പേര് കേട്ട ടീമിനെതിരെ 45 റൺ അടിച്ചു കൂട്ടിയ നന്ദുവിന്റെ ഇന്നിംഗ്സ് സ്റ്റാർട്ടഡ് വിത്ത് എ 6.
And of course, it's a high time to welcome the tournament's sponsors. We have Mr. and Mrs. Sunil Kumar of Fresh Krishipura has been feeding us really well from day one till now. So gratitude list moves to Geet International. And there's a confusion for Nanto's wicket. That's $1 million wicket for sure. Jitin knows this. That's why he just went for the stumps after getting the ball. And it will be the decision maker's choice. And yes, it is crystal clear. Checking for another angle, and in between, let's also welcome Mr. and Mrs. Radha Krishnan of Geet International Tours and Travels, Tanima Beauty Lounge, Captain Mr. Murali Krishna, and DNet Systems, Mr. Akhil, Social Food Court, Mr. Sumesh and Vincent, Mr. Suresh and Vincent. And Raja Gopal of Oval Turf, Ms. Deepthi. Seven for one after one. And also it's a high time to welcome Ms. Deepthi, the state player for Kerala team and South Zone player as well, has arrived once again on behalf of Decathlon. Right after this, ladies and gentlemen, it's another happy news for CCTS Premier League. Those who have gathered here, we have another final coming. The ladies team are getting ready for this. Infosys once again on one side for the first time in this tournament. They have got the direct entry to the finals. Team Infosys and Flamingo will be having the finals of Women's CPL Season 2. Eight for one. കഴിഞ്ഞ മത്സരത്തിൽ നിന്നും സമാനമായ ഒരു ബോളിങ്ങിലൂടെ തിരികെ വരാനുള്ള അവസരം പ്രണവിന്റെ ബോളിങ്ങിലൂടെ കരുതുന്നു. It would be positive for the bowling department, and you might have seen ജയിലർ എന്ന പടത്തിൽ സാക്ഷാൽ രജനിയെ പ്രതീക്ഷിച്ചു പോയവരിലേക്ക് വിനായകൻ എന്ന മലയാളി നടൻ വന്നതുപോലെയാണ് ജിതിന്റെ ബോളിംഗ് കാഴ്ചവെക്കാൻ കാണാൻ വന്നവർക്ക് മുന്നിലേക്ക് പ്രണവിന്റെ അസ്ത്രങ്ങൾ. He's such a talented bowler. He does the job really well from the beginning till now. And whereas Bibin knows how to handle the situation. കഴിഞ്ഞ മത്സരത്തിൽ അവസാന നിമിഷം വന്ന 6 പന്തിൽ 16 റൺ അടിച്ച് ക്വാളിഫയർ നമ്പർ 1-ൽ നിന്ന് 2-ലേക്കുള്ള ടിക്കറ്റ് അത് നൽകിക്കൊടുത്ത ബാറ്ററാണ് മിസ്റ്റർ ബിബിൻ.
A cool and composed innings of Bipin helped them. But on the other end, Nandu is unbreakable, unbeaten, like a Porsche with no brakes, with the ball, with the bat in the field as a captain. What else you needed from a player like this? The golden diamond of CCTS Global. That shot says it all. The first over from Nandu's arms. 1.4. That's a chance for a catch. The wicket you've been waiting for. And you can see the running around the ground by Pranav. That will bring the winning stream for Team Stallions. The battalion of Stallions will be having some energy as Nandu has departed in the final, having 15 on his name. Except the brave start for the batting department, his head became the villain here. And here comes ബേജാറില്ലാത്ത നാട്ടിൽ നിന്നും ഷുജായിയായി വന്ന ഫീനിക്സ് സ്ട്രൈക്കേഴ്സിന്റെ നെടുനായകത്വം വഹിക്കുന്ന സുതീഷ് ഉണ്ണി എന്ന താരം കഴിഞ്ഞ മത്സരത്തില് അതിന് തൊട്ടുമുന്നിലുള്ള മത്സരത്തിലെ പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് വിന്നർ, ലാസ്റ്റ് ഓവർ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ്. The very first ball, look at this man is accelerating. What a kind of bounce you're getting at this moment, Pranav. Where are you getting it? And is it Boost or Horlicks? What is the secret behind this pace? Looking very tiny and young and generating the pace like anything. Another one on the offside for Sutish Unni. Has placed for another single runs. A kind of confusion on the air at the moment after 2 overs, 17 for 2. Lost Kishore, and Nandu has already taken some rest in the dugout. So the calculation goes down like 44 more to win. 44 റൺ വിജയലക്ഷ്യം, 24 പന്തുകൾ, 44 to win. കണക്കിലെ കളികളിലേക്ക് നോക്കിയാൽ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിന് ആധിപത്യം. പക്ഷേ ഫൈനലാണ്, രണ്ടാമത് ബാറ്റ് ചെയ്യുന്നു എന്ന ആ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത്, ദ പ്രഷർ that will be there always. Look at the batting department. All right, did you see the stumps? Did you see the stumps? And what about the Bills are going for an evening walk here at Ovals Trivandrum? What a ball. A reason to call the man as Trivandrum Express. Nobody came yet to break his record as a Trivandrum Express. You could say many names from the soil of Trivandrum. You could name this place, this district, as the tennis players' land. But no one to replace this man. Decades of cricket. But still the man from the bowling department is leading the show. 17 for 3 after 2.1. Look at the batting department. Razik Brathwaite yet to come. And there is Anandu. A lot more batters. And they have kept Mukesh a little down the order. .217 for 3. Oh, that was a chance created by Jitin. But misses by the wicket keeper, Rishil Raj.
Another ball. This is the situation. Our ball batter kandilla. What about the next? Will be the same. But because this is Jitin. 17 for 3 after 2.4. Lawful toss, catches the goal, puts the man in trouble. So this could be a call to Mukesh. തങ്ങളുടെ രണ്ടാമത്തെ മത്സരത്തിൽ ഈ ഒരു ടൂർണമെന്റിന്റെ ബാറ്റിംഗ് എൻഡിലേക്ക് ആദ്യമായി തന്റെ ഒരു കോൾ ബൈ ദ ക്യാപ്റ്റൻ അത് മുതലെടുത്ത് 46 എണ്ണം പറഞ്ഞ റണ്ണുകൾ തന്റെ പേരിൽ എഴുതി ചേർത്ത് ഈ ടൂർണമെന്റിന്റെ ബെസ്റ്റ് ബാറ്റേഴ്സ് ലിസ്റ്റിൽ ആദ്യ 10 സ്ഥാനക്കാരിൽ ഒരാളായി വിരഹിക്കുന്നവൻ. 2.5, 17 for 4. That's the number on the scoreboard. Now 19 more to go, 44 to win. That is the last ball. That is the end of a superb spell, and Jitin Trivandrum will now be coming from the bowling end again. 3 overs, 17 for 4. 2 over 12 പന്തുകൾ എറിഞ്ഞ് 7 റണ്ണ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകൾ പിടിതെറിഞ്ഞ് ഈ ഒരു ഫൈനലിൽ CCTSന്റെ സകലമാന വെല്ലുവിളികളെയും തന്റെ ബോളിംഗിന്റെ പവർ കൊണ്ട് അടർത്ത് മാറ്റിയവൻ Jitin Trivandrum completes his spell. അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്ന് എനിക്കേത് സ്വർഗം വിളിച്ചാലും മിസ്റ്റർ Jitin Trivandrum. Such an amazing bowling performance. That's a full stop in a tournament like this. Marching for another one and looking for another rescue. And last 18 balls to go, 17 on the board. It's CCTS Global, the defending champions. ചാരത്തിൽ നിന്നും എഴുന്നേറ്റ് വരാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഒരു ടീം ഈ ഒരു ടൂർണമെന്റിൽ ഉണ്ടെങ്കിൽ that is them with the attitude of West Indies. The first ball on this over, he puts it away through the offside, but over the point there comes another fielder. Once ball, second catch for this man. One more catch. And here comes Razik. നേരിട്ടത് 3 പന്തുകൾ മാത്രം ഈ ഒരു ടൂർണമെന്റിൽ. 2 പന്തുകൾ. And 2 of them he has got sixer. 2 പന്തുകൾ മാത്രം ഇതുവരെ നേരിട്ടവൻ 2 സിക്സറുകൾക്ക് തൂക്കി. ഈ ടൂർണമെന്റിന്റെ ഒരുപക്ഷെ തിരുവനന്തപുരത്തിന്റെ തന്നെ അമ്പരചുംബിയായ ഓവൽ ടർഫിന്റെ മുകളിലൂടെ ഒരു സിക്സറിന് പറത്താൻ കഴിയുമോ സക്കീർ ഭായി നിങ്ങൾക്ക്? പക്ഷെ റാസിക്കിന് കഴിയും. Third one, oh my goodness, what a catch! The catch of the tournament, the catch of the match, and the moment breaker. Look at the smile, look at the happiness. The man who led the show with 20 plus runs on a low scoring final, Captain Ajaz Bashir, has it all, and his face shows it all. What a fantastic effort. Another moment of the game. It's CCTS Global lost their 6th man down, 17 for 6. Catches the call. Rishal Raj makes no mistake behind the stumps this time. But look at 7th wicket down, and that's the second hat-trick of this tournament. രണ്ടാമത്തെ ഹാട്രിക്കിലേക്ക് ഒരേ ബോളർ തന്റെ പേര് എഴുതി ചേർക്കുന്നു. രണ്ട് ഹാട്രിക്കുകൾ രണ്ടും തന്റെ പേരിൽ എഴുതി ചേർത്ത് ഈ ഒരു ബോളർ വണ്ടർ ബോളറായി മാറുന്നു. What a moment. But look at this. 17 റണ്ണ്, 7 വിക്കറ്റുകൾ, 3 വിക്കറ്റുകൾ മാത്രം ബാക്കി നിൽക്കുന്നു CCTS ഗ്ലോബലിന്റെ അങ്കണത്തിൽ. പക്ഷേ 15 പന്തിൽ നിന്ന് വെറും 7 സിക്സറുകൾ മാത്രം വേണമെന്നിരിക്കെ
11-ാമൻ വരെ സൂപ്പർ സ്റ്റാർ ബാറ്ററായ CCTS ഗ്ലോബലിന് ഇതിലും വലിയ അഗ്നി പരീക്ഷണങ്ങൾ കണ്ടു വളർന്നവരാണ് CCTSകാർ. മറികടക്കാൻ നിന്നാൽ അജാസ് ബഷീറിന്റെ നെഞ്ചകം തകർത്തുള്ള സിക്സറുകളുടെ പൂമാല കാണാൻ കാത്തിരിക്കുക. They have sent their new batter, number 05. Mukesh is on the other end. Anandu is coming down the track. 3.3, 17 for 7. Things are changing. It's for the first time. സൂര്യനസ്തമിക്കാത്ത രാജാക്കന്മാരായി വന്ന ടീം CCTS ഗ്ലോബലിന് മുന്നിലേക്ക് ആദ്യമായി ഒരു ടീം തങ്ങളെ വെല്ലുവിളിക്കുന്നു. Last season, no lost. 5 matches, direct win. And this season, 6 so far. പരാജയമറിയാത്ത 11-12 മാച്ചുകൾ. Just 44 to win in the finals. നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തിടത്ത് വീണ്ടെടുക്കാനുള്ളത് മറ്റൊരു കിരീടധാരണമെന്ന് അറിയുന്ന ബാറ്റേഴ്സ് അനന്തു and Mukesh. India now in the middle. Fielder comes underneath, and that's a mistake. Puts him down. Should have been 8. Now here comes Mukesh. Last 13 balls. $43 to win from 13. And that is India now. Chance for Jitin. ആ ഒരു കരങ്ങളിൽ നിന്ന്, ആ ഒരു നെറ്റിൽ നിന്ന് ഒരു സ്രാവും പുറത്ത് കടന്ന ചരിത്രമില്ല. The things are clear now. It's Mukesh who's walking away. 4 wickets in an over for Anish VCC. With that, it will be 7. 2 hat-tricks in this tournament. The best bowling duo of this department is here. And here comes Rahul. Rahul TVM is in. Anandu on the other end. 2 superstar batters. അടിച്ചെടുത്ത് ടൂർണമെന്റിന്റെ രാജകീയ പട്ടം തങ്ങളുടെ പേരിൽ എഴുതി ചേർത്ത് തിരുവനന്തപുരത്തിന്റെ വരും കാലങ്ങളിലെ ക്രിക്കറ്റ് ന്യൂസുകൾക്കിടയിൽ ഹോട്ട് ബോയ്സ് ആയി മാറാനുള്ള അവസരം അനന്തുവിനും രാഹുലിനും. But Rahul, the bowler, won't let him do this. 11 more balls to go. 43 to win. Another 20. 43 more from 10. And that's a sweet sound. It touches the stumps, the nets. Slowly they are getting back the rhythm against Rahul. An over-pitch delivery connected well for Anandu. The countdown has begun. 37 from 9. On the offside he goes. Slower. And a short pitch for sure. That's another sweet delivery for the bowling department at this moment of the game. 4.420 for 8. Where have you seen the changes in this innings? Where did you lose the rhythm, team CCTS? Things are getting more clearer, and the trophy is going to write the name. And the people are getting ready to celebrate this. Losing the match, qualifying number 1 against. Now 37 from 7.
And that is Faisal Vazik. And ladies and gentlemen, CPL Season 2, there comes a new winners for this tournament. The title holders, wait a minute, stop where you are and hand over the Champions Trophy to the captain of Ajaz Bashir. And let the trophy move from one company to the other. From CCTS Global Showcase to the Stallions Battalions. That is Jatin Trivandrum show, Rahul show, and the man, the captain who led the show with 20 plus runs in a low scoring match, Ajaz Bashir for sure. What a day, what a match, what a gem of an innings for the captain. So that's a full serve for the time being, and we are calling the women's final of CPL Season 2. Umpires, please get ready. വളരെ പെട്ടെന്ന് ടൂർണമെന്റ്സ് ഒഫീഷ്യൽസ് ഗ്രൗണ്ട് സെറ്റ് ചെയ്യേണ്ടതാണ് ഫോർ ദ വുമൻസ് ഫൈനൽ. 2 lakh and the silver trophy will be going to Stallions, and 1 lakh Indian rupees, and the second trophy will be CCTS Globals. Remember, running a big tournament like this and keeping themselves as the runners of a big event. തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ നിന്ന് കോർപ്പറേറ്റ് ക്രിക്കറ്റ് കണ്ട ഏറ്റവും വലിയ ടൂർണമെന്റിന് ഇവിടെ അവസാനം കുറിക്കുമ്പോൾ അവിടേക്ക് the women's 5 overs a side match ഒരിക്കൽ കൂടി കാണികളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു, ഈ ഒരു മത്സരം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഗ്രൗണ്ട് വിടാകൂ എന്ന്. ശ്രദ്ധിക്കുക, the officials tournament